തെള്ളകത്ത് പോലീസുകാരനെ ചവിട്ടിക്കൊലപ്പെടുത്തിയ കേസിലെ പ്രതി 2022 മുതൽ പോലീസിന്റെ റൌഡി ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളയാളെന്ന് കോട്ടയം SP എ ഷാഹുൽ ഹമീദ് പറഞ്ഞു. ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷനിലടക്കം വിവിധ സ്റ്റേഷനുകളിലായി ഇയാൾക്കെതിരെ 7 കേസുകൾ നിലവിലുണ്ട്. തട്ടുകടക്കാർ തമ്മിലുള്ള തർക്കത്തിൽ കൊട്ടേഷൻ എടുത്താണ് പ്രതി എത്തിയതെന്ന് സംശയിക്കുന്നതായും SP പറഞ്ഞു. പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയതായും കൊലപാതക കുറ്റം ചുമത്തിയിട്ടുള്ളതായും SP വ്യക്തമാക്കി. ഇയാൾക്ക് 2022 മുതൽ ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷനിൽ റൌഡി ഹിസ്റ്ററി ഷീറ്റ് ഉണ്ട്. ഇയാൾ മൊത്തം 7 കേസിൽ പ്രതിയാണ്. ഗാന്ധിനഗറിൽ തന്നെ 308 കേസ്, അതുപോലെ ഒരു മോഷണ കേസ്, പിന്നെ കോതമംഗലം പോലീസ് സ്റ്റേഷനിൽ ഒരു 325 കേസ്, അതുപോലെ സുവമോട്ടോ ആയിട്ട് പോലീസ് എടുത്ത അബ്കാരി ആക്ട് NDPS ഒരു കഞ്ചാവ് ഉപയോഗിച്ചതിനുള്ളൊരു കേസ്. അങ്ങനെ മൊത്തം 7 കേസിൽ പ്രതിയാണ്. കാപ്പ ചുമത്തിയിട്ടില്ലെന്നാണ് എൻ്റെ അറിവ്. റൌഡി ഹിസ്റ്ററി ഷീറ്റ് ഉണ്ട്. കാപ്പ ചുമത്തപ്പെടേണ്ടതായിരുന്നോ എന്ന് പരിശോധിക്കുന്നുണ്ട്. ഒരു 308 കേസും പിന്നെ ഒരു 325 കേസുമാണ് അല്പം ഗുരുതരമായിട്ടുള്ള കേസുകളുള്ളത്. ആളെ നമ്മൾ നിരീക്ഷിച്ചു വരുന്നതായിരുന്നു. നേരത്തെ കഴിഞ്ഞ വർഷം പ്രിവെൻറ്റീവ് അറസ്റ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ആൻറ്റി സോഷ്യൽസിനെ അറസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് പ്രിവെൻറ്റീവ് അറസ്റ്റ് ചെയ്തു വെച്ചിട്ടുള്ളതാണ് ഒരു ദിവസം. ഈ 308 കേസിലോ അല്ലെങ്കിൽ ഈ 325 കേസിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വിവരങ്ങൾ ശേഖരിച്ചു വരുന്നതേ ഉള്ളൂ. ഇയാളുടെ ക്രൈം എന്ത് തരത്തിലുള്ള ക്രൈമാണെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ടുള്ള വിവരം ലഭിച്ചിട്ടില്ല. അറസ്റ്റ് അക്കൗണ്ട് ചെയ്തിട്ടുണ്ട്. മിക്കവാറും ഇന്ന് തന്നെ തെളിവെടുപ്പ് പൂർത്തീകരിക്കാനാണ് നമ്മൾ പരമാവധി ശ്രദ്ധിക്കുന്നത്. ഇന്ന് രാത്രിക്ക് മുന്നേ തന്നെ അയാളെ റിമാൻഡ് ചെയ്യാനായിട്ട് നമ്മൾ പ്രത്യേകം ശ്രമിക്കും. കൊല്ലപ്പെട്ട സിവിൽ പോലീസ് ഓഫീസർ ശ്യാം പ്രസാദിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം കോട്ടയം പോലീസ് ക്ലബ്ബിൽ പൊതുദർശനത്തിനായി എത്തിച്ചു. മന്ത്രിമാരായ VN വാസവൻ, റോഷി അഗസ്റ്റിൻ, മുൻ ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, കോട്ടയം SP എ ഷാഹുൽ ഹമീദ്, മറ്റ് സഹപ്രവർത്തകർ തുടങ്ങിയവർ അന്തിമോപചാരം അർപ്പിച്ചു. ശ്യാം പ്രസാദിന്റെ സംസ്കാര ചടങ്ങുകൾ വൈകിട്ട് സ്വദേശമായ മാഞ്ഞൂരിൽ നടക്കും.